പണ്ട് ഇതൊരു ഹോർമോൺ അസുഖമായിട്ടാണ് മനസ്സിലാക്കിയിരുന്നതെങ്കിൽ ഇപ്പോൾ നമ്മൾ പ്രമേഹത്തെ ഒരു കാർഡിയോവാസ്കുലർ ഡിസോർഡർ, അതായത് ഹൃദയത്തിനും ഞരമ്പുകൾക്കുമുള്ള ഒരു അസുഖത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പ്രമേഹത്തെ മനസ്സിലാക്കുക. അപ്പം മെഡിസിൻ ഒരു എവർ ഡെവലപ്പിംഗ് സയൻസ് ആണല്ലോ. ഓരോ ദിവസം കഴിയുന്തോറും പുതിയ ഇൻഫർമേഷൻ നമുക്ക് വരുന്നു, പുതിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു, പുതുതായിട്ടുള്ള ശാസ്ത്രീയ പഠനങ്ങൾ നമ്മൾ നടത്തുന്നു. ഇതിൽ നിന്നൊക്കെയാണ് നമ്മൾ ഗൈഡ് ലൈൻസ്, നമ്മൾ എങ്ങനെ ഒരു അസുഖത്തിനെ ചികിത്സിക്കണം, എന്തൊക്കെയാണ്. അതുകൊണ്ടാണ് ഒരു 3 വർഷം മുമ്പ് 130 ഫാസ്റ്റിംഗ് നോർമലായിരുന്നു എന്നുള്ള നിന്ന് മാറി ഇപ്പം നമ്മൾ 109 ഷുഗേഴ്സ് നോർമലാണെന്ന് നമ്മൾ പറയുന്നത്. ഓരോ വർഷവും നമ്മൾക്ക് ലഭിക്കുന്ന പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ലോകത്തെമ്പാടുമുള്ള വൈദ്യശാസ്ത്ര സമൂഹം ഇതിനെ പുതിയ ഗൈഡ് ലൈൻസ് ആക്കി മാറ്റുകയും സാധാരണക്കാരിലോട്ട് അത് എത്തിക്കാൻ എടുക്കുന്ന ശ്രമത്തിൻ്റെ ഭാഗമാണ്. അപ്പം പ്രമേഹം ഒരു ഗൗരവമുള്ള വിഷയം തന്നെയാണ്. ലോകത്ത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ള 300-400 കോടി പ്രമേഹമുള്ളവരുടെ ഇത് മാറ്റിവെച്ചാൽ പോലും, അല്ലെങ്കിൽ മില്യൺ ആൾക്കാർക്ക് പ്രമേഹം ഉണ്ടെങ്കിൽ പോലും, പ്രമേഹം ഉണ്ടെന്ന് അറിയാത്ത ഏകദേശം കോടിക്കണക്കിന് ആൾക്കാർ നമുക്കുണ്ട്. അതായത് നമുക്ക് ഡയഗ്നോസ്ഡ് ആയിട്ടുള്ള ഡയബറ്റീസ് ഉള്ളവർ, അതായത് പ്രമേഹ രോഗം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരെക്കാളും എത്രയോ മടങ്ങാണ് നമ്മുടെ സമൂഹത്തിൽ പ്രമേഹം ഉണ്ടെന്ന് അറിഞ്ഞുകൂടാത്ത ആൾക്കാർ. അപ്പോൾ നമ്മൾ കാണുന്ന പ്രശ്നം വളരെ ചെറിയ ഒരു പ്രോബ്ലമാണ്. ലോകത്ത് അന്ധത ഉണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും നമ്പർ 1 വില്ലൻ ഫോർ ബ്ലൈൻഡ്നെസ് ഈസ് ഡയബറ്റീസ്. റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്സ് കഴിഞ്ഞാൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ കാലുകൾ മുറിച്ച് മാറ്റേണ്ടി വരുന്നത് പ്രമേഹ രോഗിയൊക്കെയാണ്. എല്ലാ 3 മിനിറ്റിലൊരിക്കലും ഒരാൾ ഡയബറ്റീസ് കാരണം മരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ലോകത്തിലെ വൺ ഓഫ് ദ മോസ്റ്റ് ത്രെട്ടണിങ് ഇഷ്യൂസാണ്. അപ്പം ഇന്ത്യയിലും ചൈനയിലും സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിലും പ്രമേഹത്തിൻ്റെ തോത് നമ്മൾ വളരെ അലാമിംഗ് ആയിട്ടാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ കേരളത്തിലോ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിലോ നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രമേഹം ഒരു ദിവസം ഒരു ആവറേജ് എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ഒരു ദിവസം ആശുപത്രിയിൽ OPയിൽ കാണുന്ന പേഷ്യൻസിൽ ഒരു 10 പേരെ കാണുമ്പോഴത്തേക്കും മിനിമം 3 പേര് അല്ലെങ്കിൽ 4 പേര് നമുക്ക് ഡെഫിനറ്റ്ലി ഡയബറ്റീസ് ഉള്ള ആൾക്കാരാണ്. ഒരു മെഡിക്കൽ OP പോലും അതൊരു ഡയബറ്റീസ് സംബന്ധിച്ച് നമ്മൾ കാണുന്ന ഏകദേശം 8 തൊട്ട് 9 പേര് 10 രോഗികളിൽ ഡയബറ്റീസുമായിട്ട് ബന്ധമുള്ള അസുഖങ്ങൾ ആയിട്ടാണ് ചികിത്സിക്കാനായിട്ട് വരുന്നത്. അപ്പം പ്രമേഹം ഡെഫിനറ്റ്ലി ഒരു പ്രശ്നം തന്നെയാണ്. അതിന് വേറെ ഒരു തലം കൂടെ ഉള്ളത്, നമ്മൾ പലപ്പോഴും വിചാരിക്കും ഈ ചെറിയ പ്രായത്തിലാണ് നമുക്ക് പ്രമേഹം കൊണ്ടുള്ള ഏറ്റവും വലിയ പ്രോബ്ലംസ് ഉള്ളത്. നമുക്ക് ഒരു രാജ്യത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ പ്രൊഡക്ടിവിറ്റി വരുന്നത് അവരുടെ യങ്സ്റ്റേഴ്സിലാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഡയബറ്റീസ് ഉള്ള ആൾക്കാരുടെ ആവറേജ് ഏജ് എടുത്ത് നോക്കൂ. ഇപ്പം നമുക്ക് 25 വയസ്സിലും 28 വയസ്സിലും 30 വയസ്സിലും കുഞ്ഞുങ്ങളിലും ഇതെല്ലാം വരുന്ന പ്രമേഹത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളെപ്പോലൊരു ഡെവലപ്പിംഗ് കൺട്രിയിൽ നമ്മുടെ ഏറ്റവും അത്യാവശ്യമുള്ള വർക്ക് ഫോഴ്സ്, നമ്മുടെ രാജ്യത്തിൻ്റെ ക്രീമായിട്ടുള്ള ആൾക്കാരിൽ കാണുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നങ്ങളിലൊന്നാണ് പ്രമേഹം. കണ്ടുപിടിച്ചിട്ടുള്ള ആൾക്കാരിലും അതെ, കണ്ടുപിടിക്കാത്തവരിലും അതെ. അപ്പം നമുക്ക് ഒരിക്കലും പ്രമേഹത്തിൻ്റെ ഒന്ന് പുറംതിരിഞ്ഞ് നിൽക്കാൻ പറ്റില്ല. പ്രമേഹ രോഗത്തിനോട് നമുക്ക് നമ്മുടെ നോയ്സ് ലെവൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, നമ്മുടെ ബഹളങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, നമ്മുടെ അവയർനെസ് പ്രോഗ്രാംസ് വന്നുകൊണ്ടേയിരിക്കും, നമ്മൾ മാസ് സ്ക്രീനിങ് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം നമുക്കൊരിക്കലും നെഗ്ലിക്റ്റ് ചെയ്യാൻ പറ്റാത്ത, തള്ളിക്കളയാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് പ്രമേഹം വളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഡോക്ടർ ഇപ്പോൾ ആദ്യം പറഞ്ഞപ്പോൾ സംസാരിച്ചു ഹൃദയത്തിനും അതുപോലെ ഞരമ്പുകൾക്കും ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ്, അതൊന്ന് കൂടുതൽ വിശദീകരിക്കാമോ സർ? തീർച്ചയായും. നമുക്ക് ഈ പ്രമേഹ രോഗികൾ, ഞാൻ പറഞ്ഞല്ലോ, പ്രമേഹം തന്നെ ഒരു ഹാർട്ട് ഡിസീസ് ആയിട്ടാണ് ഇപ്പം മനസ്സിലാക്കിയിരിക്കുന്നത്. ഇപ്പം നമ്മൾ കൊറോണറി ആർട്ടറി ഡിസീസ് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് പോകുന്ന ഒരു ആൾ എന്തുകൊണ്ട് ഹാർട്ട് അറ്റാക്ക് വന്നു എന്ന് നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് ഫാമിലി ഹിസ്റ്ററി, കുടുംബ പശ്ചാത്തലം, കൊളസ്ട്രോൾസിൻ്റെ അളവ്, സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ, ഇതിനേക്കാളുമൊക്കെ മുകളിൽ വരുന്ന സാധനം ഡയബറ്റീസാണ്. അതായത് ഏകദേശം 100 ആൾക്കാർക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ഏകദേശം 40 പേരും പ്രമേഹ രോഗികളായിരിക്കും. ഈ പ്രമേഹ രോഗികൾ പുകവലിച്ചാൽ ഇതിൻ്റെ അളവ് 40% നിന്ന് 60%-ഓട്ടോ 70%-ഓട്ടോ കൂടാം. അതായത് 10 പുകവലിക്കുന്ന പ്രമേഹ രോഗികളുണ്ടെങ്കിൽ അതിൽ 60% അല്ലെങ്കിൽ 6 പേർക്ക് അല്ലെങ്കിൽ 7 പേർക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട്. പുകവലി ഇല്ലെങ്കിൽ പോലും 40% പ്രമേഹമുള്ളവർക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരുന്നു എന്നാണ് കണക്ക്.
അപ്പം ഈ ഹാർട്ട് ഡിസീസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രിവെൻഷൻ, നമ്മളിപ്പം പറയുമല്ലോ, നമ്മൾ അസുഖങ്ങൾ വരാണ്ട് നോക്കണം. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. നമ്മളെല്ലാവരും പറയുകയാണെങ്കിൽ നമുക്ക് അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത് അസുഖം വരാണ്ട് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് അസുഖം വരാണ്ട് നോക്കുന്നത്? അപ്പോൾ ഡയബറ്റീസ് കെയർ ഇമ്പോർട്ടൻ്റ് അല്ലേ? അപ്പോൾ പ്രമേഹ രോഗം നമ്മൾ ഒരു നല്ലവണ്ണം നിയന്ത്രിച്ച് നിർത്തി കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഈ ഹീമോഗ്ലോബിൻ A1C അല്ലെങ്കിൽ ഷുഗറിൻ്റെ ആവറേജ് എന്ന് പറയുന്ന ടെസ്റ്റ്, അതിൻ്റെ അളവ് 7% നിൽക്കണം എന്ന് നമ്മൾ വാശി പിടിക്കുന്നതിൻ്റെയും ഡോക്ടർമാർ അത് എൻഫോഴ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതിൻ്റെയും കാരണം ഈ പറയുന്ന ഓരോ ശതമാനം A1C നമ്മൾ കുറയ്ക്കുമ്പോഴും 25% ഹാർട്ട് അറ്റാക്കിനുള്ള റിസ്ക് കുറയുമെന്നാണ്. മനസ്സിലായില്ലേ? അപ്പം നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്താൽ ഈ ഉയർന്നു വരുന്ന, നമ്മളിപ്പം ഇന്ത്യയിലെയും ലോകത്തിലെയും ആൻജിയോപ്ലാസ്റ്റി ക്യാപിറ്റലാണ് നമ്മൾ ഈ കേരളത്തിൽ എത്രയോ സെൻറ്റേഴ്സ് ഉണ്ട്. ഈവൻ അമേരിക്കയിൽ പോലും ഇത്രയും ക്ലോസ് ആയിട്ട് ഹാർട്ട് സെൻറ്റേഴ്സ് ഉള്ള ഒരു സ്ഥലം ലോകത്തുണ്ടാവുമെന്ന് തോന്നുന്നില്ല. അതിൻ്റെയൊക്കെ കാരണം നമുക്കിവിടെ അത്ഭുതപൂർവമായിട്ടുള്ള രീതിയിൽ വരുന്ന ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുടെ എണ്ണം തീർച്ചയായിട്ടും പ്രമേഹവുമായിട്ടും നമ്മുടെ ജീവിത രീതിയുമായിട്ട് ലിങ്ക്ഡാണ്. അപ്പം പ്രമേഹം നമുക്ക് നിയന്ത്രിച്ച് വയ്ക്കാൻ പറ്റിയാൽ ഒരളവ് വരെ നമുക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ നമുക്ക് പിടിച്ചു നിർത്താം. നമ്മുടെ ആൻജിയോപ്ലാസ്റ്റീസിൻ്റെ എണ്ണം കുറയും, നമ്മുടെ ബൈപ്പാസ് സർജറീസിൻ്റെ എണ്ണം കുറയും. ഉറപ്പായിട്ടും നമുക്കൊരു ഡിഫറൻസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഹൃദയ സംബന്ധമായ രോഗങ്ങളെ പറ്റി പറഞ്ഞത്, ഇതല്ലാതെ മറ്റു കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ഇപ്പം നമുക്ക് കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളൊരു പൈപ്പിനകത്തൂടെ നമ്മൾ വെള്ളം ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ വെള്ളം ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ കുറേ കാലം കഴിയുമ്പോഴത്തേക്കും ഇതിനകത്തുള്ള അഴുക്കെല്ലാം, നമ്മൾ ഈ വെള്ളത്തിലുള്ള മഡും അഴുക്കും എല്ലാം ഈ ട്യൂബിനകത്ത് അല്ലെങ്കിൽ ഈ പൈപ്പിനകത്ത് അടിഞ്ഞുകൂടാൻ തുടങ്ങും. ഓക്കെ, ഇത് അടിഞ്ഞുകൂടി ഒരളവ് വരുമ്പോഴത്തേക്കും വെള്ളത്തിൻ്റെ ഇതിനകത്തൂടെ പോകാനുള്ള തോത് കുറയും. മനസ്സിലായില്ല? അപ്പോൾ അതിൻ്റെ വിസ്തീർണം അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റളവ് ഇത് കാരണം കുറഞ്ഞു വരുന്നത് പോലെയാണ് നമ്മുടെ രക്തധമനികൾ. ഇതിനകത്തുള്ള കൊഴുപ്പും പൂരിത കൊഴുപ്പും അതുപോലെ തന്നെ ഫ്രീ ഫാറ്റി ആസിഡ്സും റാഡിക്കൽസും എല്ലാം രക്തക്കൊഴലുകളുടെ രക്തം പോകാനുള്ള സ്ഥലത്തിൻ്റെ ലഭ്യത കുറയ്ക്കും. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക്ഡ് ആയിട്ട് വരുന്ന ഒരു സാഹചര്യത്തിനെയാണ് നമ്മൾ, ഹൃദയത്തിനാണെങ്കിൽ നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയും, ബ്രെയിനിലാണെങ്കിൽ നമ്മൾ സ്ട്രോക്ക് എന്ന് പറയും, പിന്നെ നമുക്ക് ഈ കാലിലോട്ടുള്ള രക്തപ്പാച്ചിലിന് വന്നു കഴിഞ്ഞാൽ നമ്മൾ പെരിഫറൽ വാസ്കുലർ ഡിസീസ് എന്ന് പറയും. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ബേസിക് ആയിട്ടുള്ള സംഗതി എന്ന് പറയുന്നത് രക്തക്കൊഴലുകൾ വരുന്ന അടവാണ്. അത് നമുക്ക് ഹൃദയത്തിലും കാലിലും ബ്രെയിനിലും ഒക്കെ നമുക്ക് സംഭവിക്കുന്നത് നമ്മുടെ ഈ പറയുന്ന പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ്. ഡോക്ടർ ആദ്യം പറഞ്ഞു ഈ കാല് മുറിച്ചു മാറ്റുന്നത്, അല്ലെ ആംപ്യൂട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ, അത് ഏതൊക്കെ സാഹചര്യത്തിലാണ് അങ്ങനെ ആവശ്യം വരുന്നത്? നമുക്ക് ഈ കാലിൻ്റെ പാദപരിചരണം പ്രമേഹത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം ഞങ്ങൾ പേഷ്യൻസിൻ്റെ അടുത്തൊക്കെ ഇപ്പം പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം തന്നെ, ലുക്ക് അറ്റ് യുവർ ഫീറ്റ് ഫസ്റ്റ് ദെൻ യുവർ ഫേസ്. അപ്പം നിങ്ങൾ ആദ്യം നിങ്ങളുടെ കാല് നോക്കൂ, അത് കഴിഞ്ഞ് നിങ്ങളുടെ മുഖം നോക്കുക എന്നുള്ളതാണ്. അപ്പം പ്രമേഹമുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ആ കാല് തന്നെയാണ്. അതിന് രണ്ട് കാരണങ്ങളുള്ളത്. ഒന്ന്, ഈ കാലിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ വൈകുന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ രക്തപ്പാച്ചിൽ കാലിലോട്ടുള്ളത് കുറവായിരിക്കും. അപ്പം നമുക്ക് കാലിലോട്ടുള്ള രക്തപ്പാച്ചിലിൻ്റെ അളവ് കുറയുമ്പം തന്നെ നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ ഞരമ്പുകളുടെ സംവേദനാശേഷി നമുക്ക് നഷ്ടപ്പെടും. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് തട്ടി ഒന്ന് മുറിഞ്ഞു, നല്ല പ്രമേഹമുള്ള പലരും ഇത് അറിയാറ് പോലുമില്ല. നമുക്കൊരു മുറിവുണ്ടായി, പലരും ബ്ലഡ് കണ്ടിട്ട് താഴെ നോക്കുമ്പോഴാണ് മനസ്സിലാവണത് എൻ്റെ കാല് മുറിഞ്ഞു അല്ലെങ്കിൽ എൻ്റെ എനിക്കൊരു മുറിവുണ്ടായി. മനസ്സിലായില്ല? അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാൻ സംവേദനശേഷി നമ്മുടെ കാലിനില്ല. പെയിൻ മനസ്സിലാക്കാനുള്ള കാര്യമില്ല. പലരും കാലൊക്കെ പ്രമേഹത്തിനുള്ളപ്പോൾ നല്ല പുകച്ചിലും കാലിന് മരയിപ്പും തരിപ്പൊക്കെ ഉണ്ട്. പലരും ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഈ കാലെടുത്ത് ചൂടുവെള്ളത്തിൽ കൊണ്ടുവയ്ക്കും. ഈ വെള്ളത്തിന് എത്ര ചൂടുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ഈ കാലിനില്ല. അപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മൾ ഇയാളെ ചികിത്സിക്കുന്നത് പൊള്ളലിന് വേണ്ടിയാണ്. അപ്പോൾ ഇതൊരു പ്രോബ്ലമാണ്. അപ്പം നമുക്ക് നമ്മുടെ സംവേദനാശേഷി കാലിനില്ല, രക്തപാച്ചിൽ കുറവാണ്, മുറിവുകൾ വന്നാൽ മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നില്ല. അപ്പം നമുക്ക് നടക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ജോലികൾ ചെയ്യണമെങ്കിൽ നമ്മുടെ കാലുകൾ നമുക്ക് അത്യാവശ്യമാണ്. അപ്പം നമ്മുടെ കാലിനുള്ള റിസ്ക് ബാക്കിയുള്ള അവയവങ്ങളെക്കാളും വളരെ കൂടുതലാണ്. അതുകൊണ്ട് പ്രമേഹമുള്ള ആളുകളുടെ അടുത്ത് എപ്പോഴും പറയുന്ന ഒരു കാര്യം, നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ കാല് നോക്കണം എന്നുള്ളതാണ്. അതെങ്ങനെ നോക്കും? ഇപ്പോൾ ഒരാൾ ഇവിടെ ഇരുന്നിട്ട് എനിക്ക് എൻ്റെ കാലിലോട്ട് നോക്കാൻ ബുദ്ധിമുട്ടാണ്. അതാണ് ഒരു മിറർ മെത്തേഡ് എന്ന് പറയും. നമ്മളൊരു കണ്ണാടിയുടെ ഫ്രണ്ടിലിരിക്കുക, നമ്മുടെ കാല് കണ്ണാടിയുടെ ബാക്ക് ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം എന്താണ് നമ്മുടെ കാലിൻ്റെ ബാക്കിലുള്ളത്. അപ്പം നമുക്ക് ഇൻസ്പെക്റ്റ് ചെയ്യാം കാലിൻ്റെ ഇടയ്ക്ക്. എന്നിട്ട് നമുക്ക് കാലിൻ്റെ വിരലിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഓരോ വിരലായിട്ട് മാറ്റി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണാടി നോക്കി നമുക്ക് മനസ്സിലാവും
ഇതിൻ്റെ ഇടയിൽ കട്ട്സ് ഉണ്ടോ, ചെറുതായിട്ട് എവിടെയെങ്കിലും ചോപ്പുണ്ടോ, ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും നമ്മുടെ സ്കിന്നിന് പോയിട്ടുണ്ടോ, നമ്മുടെ സ്കിന്നിന് ഭയങ്കരമായിട്ട് ഡ്രൈനെസ് ഉണ്ടോ, നമ്മൾ ഡോക്ടറെ അടുത്ത് പോകേണ്ട ആവശ്യമുണ്ടോ. അപ്പം ഈ ഫുഡ് എക്സാമിനേഷൻ, സെൽഫ് ഫുഡ് എക്സാമിനേഷൻ, ഇത് പ്രമേഹ രോഗികളെ സംബന്ധിച്ചിടത്തോളം എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ പലരും മെനക്കെടാറില്ല. മനസ്സിലായില്ലേ? എല്ലാ ദിവസവും കാലം നോക്കിക്കൊണ്ടിട്ട് ഈ സമയമുണ്ടോയെന്ന് ചോദിച്ചിട്ടുള്ള ഒരുപാട് രോഗികൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്. സോ അതുകൊണ്ട് പക്ഷേ അതിൻ്റെ ഇമ്പോർട്ടൻസ് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അവരത് ചെയ്യാനായിട്ട് തുടങ്ങും. പിന്നെ ഉള്ളത് വരണ്ട ചർമ്മമാണ്. ഡയബറ്റീസ് ഉള്ളവർക്ക് പൊതുവേ ഈ ഡ്രൈ സ്കിൻ വളരെ കൂടുതലാണ്. കാരണം എണ്ണമയം ഉണ്ടാക്കുന്ന ഗ്രന്ഥികളെ പ്രമേഹം ബാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ കാരണം. അപ്പോൾ എപ്പോഴും ഇങ്ങനെ വരണ്ട ചർമ്മം നമുക്കുള്ളപ്പോൾ